അവൻ സംസാരിച്ചത് ലൈക്ക് നിങ്ങളുടെ ഗ്യാങ്ങിനായിട്ട് പിന്നെ അയ്യോ പച്ച വണ്ടി അല്ല ആദ്യം ആ പച്ച കൊറേ പച്ച തീട്ടങ്ങൾ വന്നിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞു പിന്നെ പച്ച വണ്ടി വന്ന തീട്ടങ്ങൾ പറഞ്ഞു കാര്യം അവനെ അറിയത്തും കൂടി ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ ബ്രോ ഞാൻ കാര്യം പറയട്ടെ അവൻ അങ്ങനാണെങ്കിൽ അല്ലല്ല അവൻ അങ്ങനാണെങ്കിൽ ആദ്യമേ പച്ച വണ്ടി വന്ന തീട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മതി ഇതല്ല അവൻ ആദ്യമേ പറഞ്ഞ പച്ച തീട്ടങ്ങൾ എന്നാ അവൻ സിറ്റിസൺ ആയിട്ടാണ് നിങ്ങൾ ഉണക്കുന്നത് എന്നാ അവൻ സിറ്റിസൺ ആയിട്ടാണെങ്കിലും സിറ്റിസന്റെ അടുത്ത് മര്യാദയ്ക്ക് വേണം സംസാരിക്കാൻ അവൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അത് അവന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ആ മിസ്റ്റേക്കിന് എന്തായാലും കേൾക്കാൻ പറ്റൂല അത് ഞങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല അവന്റെ ആ മിസ്റ്റേക്കിന് അല്ല എന്നിട്ട് നീ നമ്മുടെ കൂടെ വന്ന നമ്മുടെ കൂടെ വന്ന കുട്ടിയോട് നീ അങ്ങനെ കുറച്ചത് അത് പറ ഞാൻ നീ കൊണച്ചില്ല ഞാൻ ഇപ്പൊ വന്നിട്ടുള്ള ബ്രോ ഇവിടെ ഞാൻ എങ്ങനെയാ ബ്രോ കൊണക്കുന്നത് ബ്രോ ഈ പച്ചത്തീട്ടെന്ന് പറഞ്ഞതെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ക്ലിയർ ചെയ്തത് ആ കുട്ടീനായിട്ട് ആരാണ് കൊണച്ചെന്നുള്ളത് കുട്ടികളോട് ആരുമായിട്ട് നമ്മൾ ആരും സംസാരിച്ചിട്ടില്ല കൊണച്ചിട്ടില്ല അത് നിങ്ങളുടെ ഗ്യാങ്ങിനല്ല നീയൊക്കെ കൊണ്ടോട്ട് ബ്രോ കേട്ടോ പറയുന്നത് എടാ ലീവ് ആവാൻ പറ്റുന്നവരൊക്കെ ലീവ് നമ്മളാരും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഓക്കെ നമ്മളാരും പറഞ്ഞില്ല ഹലോ നീ എന്തിനാടാ കുട്ടിയോട് പറഞ്ഞേ ഇവന്മാരെ കൂടെ നടക്കുമ്പോ സൂക്ഷിച്ച് നടക്കാൻ അത് പറയാൻ നീ ആരാ നിന്നോടാ ചോദിച്ചേ പറ നീ ആടാ പേടിക്കും നീ പേടിച്ചോണ്ടല്ലോ നീയൊക്കെ തന്നെ നീയൊക്കെ പേടിയാറാണ് ഫേസ് കൊടുത്താ നിൽക്കുന്നത് പെണ്ണുങ്ങളുടെ അടുത്ത് കൊണയടിക്കുന്നത് മര്യാദക്ക് സംസാരിക്കും പെമ്പിള്ളെ അടുത്ത് കൊണക്കാൻ നിൽക്കുന്നവൻ പോയി നിന്റെ ഗ്യാങ്ങിലെ മെമ്പേഴ്സിനോട് ചോദിക്കാടാ പോയിട്ട് പോയി ചോദിക്ക് ഗ്യാങ്ങിലും റേഡിയോ അല്ലേ നീ നിന്റെ ഗ്യാങ്ങിനോട് പോയി ചോദിക്കടാ നീ നീയൊക്കെ വെളിയിറങ്ങും നീ ആ പെങ്കൊച്ചിന്റെ അടുത്തുണ്ടോ പെൺകുട്ടിയുടെ എന്താ പറഞ്ഞ ഞാൻ തുടക്കം തൊട്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് എന്താ പറഞ്ഞ അത് പറഞ്ഞു ഞാൻ വേറെ സൂക്ഷിച്ച് നടക്കണം എന്ന് പറഞ്ഞു അത്രയുള്ളൂ അതാണ് സൂക്ഷിച്ച് നടക്കണം എന്ന് പറഞ്ഞു അത്രയുള്ളൂ അത് വൃത്തിയായിട്ട് കേട്ടതാണ് ഞങ്ങൾ രണ്ടെണ്ണം എന്താ പറഞ്ഞ കേട്ടോ നിങ്ങൾ പറഞ്ഞ കേട്ടോ പറ ബ്രോ ഈ രണ്ടെണ്ണത്തിന്റെ അടുത്ത് പോയി ഇല്ലെങ്കിൽ ഒരു പ്ലക്ക് വന്ന് നീ അങ്ങനെ തന്നെ പറഞ്ഞേ പച്ചക്കാണ് നീ പറഞ്ഞേ അതെന്താ സംഭവം പൂമ്പാറ്റ ആകാശൂടെ പറഞ്ഞത് ഇങ്ങോട്ട് താഴെ വന്ന് കൊണക്കാൻ വരണ്ട കേട്ടാ വണ്ടി എടുത്തിട്ട് സംസാരിക്കാൻ റെഡിയാണോ? ഹലോ ബ്രോ, അവൻ ലാസ്റ്റ് അവൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ശരിയായിട്ടില്ല. അവൻ പറഞ്ഞ മറ്റേ പ്ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തത്ര വലിയ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പെൺകുട്ടിയുടെ ചോദിച്ചു. പക്ഷെ അവൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല, അവൻ ഉണ്ടായിരുന്നവരടുത്തും ചോദിച്ചു. അവൻ എന്താ പറഞ്ഞവനെ? അല്ല, ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ അവനെ കൊല്ലുന്നതിന് മുന്നേ ഞാൻ ഇവിടെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ അവനോട് പറഞ്ഞപ്പോ പിന്നെ അവനടുത്ത് സൂക്ഷിച്ച് മാറി നടന്നു, അല്ലെങ്കിൽ പ്ലക്കി കളയെന്ന് പറയുമ്പോ പ്ലക്ക് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നാണ് പറഞ്ഞത്. അവനല്ല പറഞ്ഞത്. അവൻ പറഞ്ഞത് ഇവരുടെ കൂട്ടത്തിൽ
അത് നേരത്തെ പറഞ്ഞ കാര്യം അവര് നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞതാണ്, മനസ്സിലായോ? അവ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞത്. ആ സിറ്റുവേഷനിൽ വേറെ 2-3 പേരും കൂടി ഉണ്ടായിരുന്നു. അവനും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളിത് കൊറേ നേരം എടാ സംസാരിക്കാൻ സിറ്റുവേഷനിൽ ഒരാൾ വന്നറാ ഇപ്പൊ നേരെ സംസാരിച്ചു. എടാ അതിന് നമുക്ക് ഈ പുറത്ത് വെക്കാവോ? ഞങ്ങളൊന്ന് ഹലോ പുറത്ത് വെക്കാവോ? കാരണം ഇതിന് സേഫ് സോൺ പുറത്തിറങ്ങാൻ പറഞ്ഞു. എടാ എല്ലാരും സൈലന്റ് ആയിക്കാ. എല്ലാരും എടാ ഓക്കെ, ആ സിറ്റുവേഷൻ ആരൊക്കെ ഉണ്ടായിരുന്നടാ? വർക്കിഷൻ വിളിച്ചേ. വർക്കിഷാടാ അവര് പറഞ്ഞ വെച്ചാല് മറ്റേ ഇപ്പൊ നേരത്തെ പറഞ്ഞ മറ്റേ അവരൊന്നും വിട്ടുവെക്കുക അല്ലെങ്കിൽ അവര് പ്ലക്കി കളിയുന്ന ആ പെണ്ണോട് പറഞ്ഞില്ലേ, അത് അവരാണ് നമ്മളാണ് പറഞ്ഞതെന്നാ പറഞ്ഞത്. നമ്മൾ അവനടുത്ത് പറഞ്ഞതാണ് പറഞ്ഞത്. ആ കണ്ണാടി വെച്ചൊരു പൂമ്പാറ്റയോ അവനാണ് പറഞ്ഞത്. ഞാൻ അവൻ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് അവന്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള അങ്ങനെ അവൻ പറഞ്ഞിട്ടില്ല. ബാക്കി ഞാൻ ഒരു കാര്യം ബാക്കി അവൻ മറ്റേ പച്ചത്തേട്ടെന്ന് വിളിച്ചതും അതൊക്കെ അവൻ അക്സെപ്റ്റ് ചെയ്ത്. ഇത് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിനും പറഞ്ഞോളൂ. അത് മാത്രമായിട്ട് എന്തിനാ? അവൻ പറഞ്ഞു അവനിപ്പോ ബ്രോ അവനെ കൊല്ലുന്നതിന് മുന്നേ അവനോട് പിന്നെ പ്ലക്ക് പറഞ്ഞപ്പോ അത് പറഞ്ഞ എന്താ കുഴപ്പം എന്നാണ് അവൻ പറഞ്ഞത്. അതെന്താ ബ്രോ? അതെന്താണെന്നാണ് അവൻ ചോദിച്ചത്. അവൻ ആദ്യം മോശമായിട്ട് സംസാരിച്ച എടി പെണ്ണേന്നൊക്കെ വണ്ടിയില് കൊറേ രീതിയിൽ സംസാരിക്കാണ്ടി ഒന്നായിരുന്നു. അപ്പൊ പറഞ്ഞ ഇങ്ങനെ എടി പെണ്ണെ നീ സൂക്ഷിച്ചു നടന്നോ ഇല്ല ഇവര് ഇതാക്കി വിടുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് അവൻ തന്നെ. അത് വേറെ ആളാന്ന് വിചാരിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, അവള് ഞാളെ കൂടെ നടക്കുന്നതിന് നിനക്കെന്തേ കുഴപ്പമുണ്ടോ? ഓൾറെഡി സംസാരമായിരുന്നു. ബ്രോ അല്ല വേറെ ഗ്യാങ് ആയിട്ട് സംസാരമായെങ്കിലും അത് വേറെ ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഗ്യാങ് ആയിട്ട് ആയെങ്കിലും അവരായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു ഇത് അവരാണെന്ന് വിചാരിച്ചിട്ടുള്ള. ഇപ്പൊ ബ്രോ ഒന്നാമത്തെ കേസ് അവിടെ പച്ചത്തീട്ടെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ ഗ്യാങ്ങിനെ പറഞ്ഞതല്ല. അത് ഞാൻ ഇപ്പോഴും ക്ലിയർ ചെയ്യാൻ ഒരു കാര്യം പറയട്ടെ. അറിയത്തില്ലെന്ന് വെച്ചോ, എന്നിട്ട് ഒരു പെൺകുട്ടിയുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാം നിങ്ങള്? ബ്രോ അത് പറഞ്ഞിട്ടില്ല. ഈ പ്ലക്കി കളയാന്നുള്ള പറഞ്ഞിട്ടുണ്ട് ബ്രോ. ഞാനൊരു കാര്യം പറയാം. ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യം തിരിച്ചു ട്രിഗർ ആവുന്ന ഒരുത്തനല്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ ഓൾറെഡി സമ്മതിച്ചു. ഈ പച്ചത്തേട്ടെന്ന് പറഞ്ഞതും ഇതൊക്കെ സമ്മതിച്ചു. എന്തിന് ഇത് മാത്രം പറയാണ്ടിരിക്കണ? ഇത് ഞാൻ അവന്റെ ചോദിച്ചപ്പോ അവൻ സമ്മതിച്ചായിരുന്നു. അല്ല അവനിപ്പോ എടാ ഇ എം എസ് പൊക്കുന്നില്ല. ഓക്കെ എടാ ഒരു മിനിറ്റ് അവനിപ്പോ ഇ എം എസ് പൊക്കുന്നുണ്ട്. നമുക്ക് അവനോട് ചോദിക്കാം. അവൻ രൂപയ്ക്ക് വന്നിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവനെ നമ്മള് കൊണ്ടുപോകും. ഓക്കെ എടാ 144p പൂമ്പാറ്റേ കേക്കാവോ? എടാ പാറി കളിക്കുന്ന പൂമ്പാറ്റ നീ സംസാരിച്ചത് ഇനി ഈടുന്ന് ഞാൻ പാറ്റും. ഇനി പാറ്റാനൊന്നും അറിയത്തില്ല. കേക്കുന്നുണ്ടോ നീ? അവൻ പറയട്ടെ ടിഡിഎമ്മിന്റെ റോഡില് ടിഡിഎമ്മിന്റെ താഴെ തന്നെ. ഇവിടെ കാണൂലെങ്കിലും ഒന്നിങ്ങോട്ട് വരുമോ? ഹലോ അതാരാ? ഹലോ KVP ആരും ഉണ്ടല്ലോ? ഹലോ ഇവിടെ ഇതാരാ മൈക്കിളുണ്ടോ? ഇവിടെ ഒരു ഇവരൊന്ന് വിട്ടുതരോ? സിറ്റുവേഷൻ കഴിഞ്ഞു വിട്ടു. അതിന് മുമ്പേ നിന്നെ അടിച്ചിടും. ഇറങ്ങി പോയി ഞാൻ അതിന്റെ അടക്കം മഞ്ഞക്കാളി ഉണ്ടാകണം. ഇതിപ്പോ ശത്രുവിന്റെ ശത്രു. നീ ആ പെൺകൊച്ചിന്റെ ഇവൻ ഈ അടിച്ചിട്ടവനെ പറഞ്ഞിട്ട് എടാ അവൻ കേക്കുന്നുണ്ടോ? അല്ല അവൻ ആ ചത്തോന് പെൺകൊച്ചിന്റെ അടുത്ത് നീ പറഞ്ഞ, അതായത് ഇവന്മാരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവന്മാര് പ്ലക്കി കളയും എന്നുള്ള കാര്യം എങ്ങനെ പറഞ്ഞെന്ന് നീ ക്ലിയർ ആക്കി സംസാരിക്കാൻ. ക്ലിയർ ആയിട്ട് പറയാം. നീ എന്താണ് പറഞ്ഞത് അത് പറയാം.
ഉണ്ട് പറഞ്ഞു റെഡ് സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അവന്മാര് പറഞ്ഞു നമ്മൾ സിറ്റിസൺ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ സിറ്റിസന്റെ കാര്യം നോക്കിയാൽ മതി, നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ അപ്പൊ അവന്മാര് പറഞ്ഞു ഓ നമ്മളെന്താ അന്വേഷിക്കണ്ട. അപ്പൊ അതിലൊരു കുട്ടി പറഞ്ഞു സിറ്റിസൺ എന്താ നമുക്ക് ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞു ഗ്യാങ്ങിന്റെ കാര്യം അന്വേഷിക്കണ്ട, നമ്മള് സിറ്റിസന്റെ ഒരു പരിപാടിക്ക് പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് കുറെ പരിപാടി ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ TDMലേക്ക് ഇടയ്ക്ക് പോകുമ്പോൾ സമയത്താണ് അതിലൊരു എന്താ ബ്രോ അങ്ങനെ ഒന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ആരോ ഒരാൾ കൊണച്ചു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കുട്ടി സൂക്ഷിച്ചോ, ഇവന്മാര് ചിലപ്പോ അത് നിങ്ങൾ പറഞ്ഞ മറ്റേ ഡയലോഗ് പ്ലക്ക് ആ സാധനം അത് എന്റെ അറിയാണ്ട് സൂക്ഷിച്ചോ എന്ന് മാത്രം പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു. അല്ല അങ്ങനെ പറയുന്ന ഒരു സെക്കൻഡ് അങ്ങനെ പറയുന്നത് നല്ലതാണ്. അത് ഞാൻ പറഞ്ഞ സോറി ഞാൻ പറയാം സോറി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് നേരത്തെ ചോദിച്ചപ്പോ നീ ഇതല്ലല്ലോ പറഞ്ഞേ, നീ പറഞ്ഞില്ല എന്നല്ലേ പറഞ്ഞേ? അമ്പി കളിക്കുന്ന സത്യം പറഞ്ഞോ. അല്ല അത് മാത്രല്ല ബ്രോ എനിക്ക് സേഫ് സോണിലൊന്ന് അമ്പി കളിക്കും, സേഫ് സോണിന്റെ ഔട്ട് സൈഡ് വരുമ്പോ അമ്പി കളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു അബദ്ധം നല്ല. നീ ഇപ്പൊ നിന്റെ ടീമിലുള്ള ആൾക്കാർ നിന്റെ ഗാങ്ങിലുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം അവർ എന്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞത് ഈ പറഞ്ഞത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവന്മാര് നിങ്ങൾ ചത്തെടുക്കുന്ന സമയത്ത് സോറി പറയാൻ റെഡിയാ. ഇതിപ്പോ ഞാനുണ്ടായിരുന്നു ആ സിറ്റുവേഷനിൽ പറഞ്ഞത് അത് മോശമായിരുന്നു. ഞാനാണ് വിളിച്ചിട്ട് പോടാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊറേ പറഞ്ഞ അപ്പുറത്തോട്ട് വിട്ടത്. ഗ്യാങ്ങില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൊരു സിറ്റുവേഷന് പോവാൻ നിക്കാണ് UK ആയിട്ട്. വന്നിട്ട് ഇങ്ങാടി കോണേ അങ്ങാടി കോണേ ഞാൻ സംസാരിക്കണ്ടെന്ന് പറഞ്ഞു ഓൾറെഡി. അപ്പൊ പുള്ളി ഡൗൺ ആയി കിടന്നോണ്ട് ഞാൻ അപ്പൊ തന്നെ അപ്പുറത്തോട്ട് കോൾ കൊടുക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് പോയി. കേട്ടില്ല, ലാസ്റ്റ് പറഞ്ഞ ഞാൻ കേട്ടില്ല. അതവൻ ചെയ്ത് തെറ്റാണ്. ആ പെണ്ണിനോട് എന്തായാലും അങ്ങനെ പറയാൻ പാടില്ല. ഫീമെയിൽ ചേട്ടൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. സംഭവം അതാ. ഇതിപ്പോ നമുക്ക് ഈ വാറ് കഴിഞ്ഞൊരു ഹോൾഡ് ചെയ്യാൻ പറ്റും. ബ്രോ ഇത് വാറ് കഴിഞ്ഞാൽ ഹോൾഡാക്കിയിട്ട് പിന്നെ അത് വാറാക്കാനോ അല്ലെങ്കിൽ വേറെ സിറ്റുവേഷൻ പിടിക്കാനൊന്നും ഇല്ല. അവൻ പറഞ്ഞു നമുക്ക് നിങ്ങളെ വേറെ ഞാൻ എവിടെ നമുക്കിപ്പോ ഒരു 15 മിനിറ്റ് കൂടുതലായി. അപ്പൊ ഒരു മിനിറ്റ് ജസ്റ്റ് സംസാരിക്കും. സംസാരിക്കാം. ഹലോ ഇറ്റൂടെ ഇറ്റൂടാ പറഞ്ഞു നമ്മള് KV അല്ല മറ്റേ പെമ്പിള്ളാരുടെ കൂടെ പുറകെ നടക്കായിരുന്നു. ആണോ? അതും പറഞ്ഞു. അതാരാ പറഞ്ഞേ? അത് അവന്മാർ കൂടെ ഉള്ള ഇട്ട് അങ്ങനെ പറഞ്ഞില്ലേ? നമുക്ക് എന്ത് ചെയ്യണം? എവനെന്ത് ചെയ്യണം? ഇതില് അല്ല അത് ഇതില് വേറെ അവരുടെ ഗ്യാങ്ങിൽ വേറെ ആർക്കും വേറെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലേ? അവരും വേറെ റോങ് ആയിട്ട് സംസാരിച്ചില്ല. അവർക്ക് ഇപ്പൊ പെട്ടെന്ന് സോൾവ് ആക്കണം എന്നുള്ളതാണ് അവർക്ക് വേറെ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞവനും ഇപ്പോ നേരത്തിൽ സംസാരിക്കുന്നു. അല്ലെങ്കിൽ സത്യമായിട്ടും ആള് മാറിയാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞാ അല്ല അതിന്റെ ഇടയിൽ ഇത് മാത്രമല്ല, അതിന്റെ ഇടയിൽ എന്താണ് KV എന്താ നമ്മള് KV അല്ല പെമ്പിള്ളേരുടെ പുറകെ പോകാൻ അങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് വേണേ ആ പയ്യനെ എടുത്തോണ്ട് പോയിട്ടേ അവനെ കൊണ്ട് അവിടെ വെച്ചിട്ട് സോറി പറയിപ്പിക്കാം. പിടിച്ചെടുത്ത് ബാക്കിയുള്ള എടുത്ത് ഞാൻ പറഞ്ഞ വാസ്കോനെ ഹലോ ബ്രോ നിങ്ങളത് ഈ പറയുന്ന ഈ പൂമ്പാറ്റ സിറ്റുവേഷൻ ഉണ്ടോ? ഈ വാറിനുണ്ടോ? അവനെ ഞങ്ങൾ എടുക്കാണ്.
വേറെ കൊന്നു കത്തിക്കുന്നതൊന്നുമില്ല. കൊണ്ടുപോയിട്ട് അവിടെ സോറി അർപ്പിച്ച് വിട്ടോളാം. നിങ്ങൾ എവിടെ നിന്ന് ഇങ്ങോട്ടാ കാണുന്നുണ്ടോ? ഇതിപ്പോ നീ ഒരുമാതിരി കുഞ്ഞുണ്ടാക്കി സപ്പോർട്ട് ചെയ്യുന്ന പോലെ മനസ്സിലായോ? അതിൽ വലിയ ഗുണമില്ല. നീ അറിയുന്ന ആളാണോ അറിയത്തില്ല? എടാ അവളെ ഇറങ്ങിയോ? നോക്കാം നമുക്ക്. എന്തായാലും അവനെടുത്തോ. പെണ്ണിന്റെ അടുത്താണ് ഇങ്ങനെയാണ് സംസാരിക്കുക. അവനെടുത്തോ. ശരിക്കും പെർമനന്റ് ഇട്ടല്ലേ? എടാ അത് പെർമനന്റ് ഇട്ട അവൾക്ക് എന്താ പറയാ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അവൾ പുറത്ത് വലിക്കുക എന്താ ചെയ്തോളൂ. നമുക്ക് സിറ്റി കാര്യം പിന്നെയും ഡിലേ അടിച്ചു പെട്ടെന്ന്. എടാ ഞാൻ നിന്നോട് കാര്യം പറയട്ടെ, നീ വാ ഒത്തിരുന്ന് കേട്ടാ മതി കേട്ടാ. നീ മറ്റേ ഡയലോഗ് അടി വേണ്ട, മനസ്സിലായോ? പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നീ നിന്റെ മാസ്ക് ഒരു സെക്കൻഡ് കുനിയാനല്ല പറഞ്ഞത്, നിന്നെ എവിടെ കണ്ടാലും അടിക്കൂട്ടാ. മര്യാദക്ക് കേൾക്കുന്നുണ്ട്, നീ കേട്ടോ? ബാക്കിയുള്ളവരൊന്ന് സൈലന്റ് ആവടാ, സൈലന്റ് ആയി. നീ ഹെൽമെറ്റ് മാസ്ക് ഒരാള് പറയും, നീ കേട്ടാ മതി. ഹെൽമെറ്റ് മാസ്ക് ഒക്കെ വിരിക്കും. അത് നീ അറിയേണ്ട കാര്യമല്ല. ഹെൽമെറ്റ് മാസ്ക് വിടാ, കാമക്കടിയാ. ഹെൽമെറ്റ് മാസ്ക് വിരിക്കും. പിന്നെ അങ്ങനെ പറയുന്നതിന് എന്ത് മാസ്ക് വരും, മാസ്ക് വരും. എടാ മാസ്ക് ഹെൽമെറ്റ് വരും. നിന്നെ ഇനി ഓരോന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ സറണ്ടർ അടിച്ചിരുന്നോ? അതിപ്പോ മാറ്റാന്ന് പറ. ഇനി എവിടെ മൊയിലുവിനെ വിളിക്കും? ഓക്കെ, ഇനി എടാ ബാക്കിയുള്ളവരൊന്ന് മാറി ട്രീസ് ഫ്രണ്ട് ചെയ്യിക്കും. ദയവേത് ഇവിടെ കിടക്കുന്ന വെഹിക്കിൾസ് ഒന്ന് പുറത്തോട്ടിടുക. ഓക്കെ, സിറ്റിസൺസ് ഇവിടെ വെഹിക്കിൾസ് നിങ്ങളൊന്ന് പുറത്തോട്ടിടുക. ഓക്കെ, അതിനടാ നിനക്കിപ്പോ പറയാം. എടാ വണ്ടി എടുത്ത് പുറത്തോട്ടിട്ട് ഞാൻ ഇതിനകത്താണല്ലോ പറയണേ. പറഞ്ഞോ, നീ പറഞ്ഞതിലുള്ളതൊക്കെ ഇവരടുത്ത് പറഞ്ഞോ. ബാക്കിയുള്ളവരായിട്ട് ബാക്കിൽ വന്നിരുന്നോ? പറഞ്ഞോ. നീ നിനക്ക് എന്താ നീ പറഞ്ഞതിലുള്ളതിനൊക്കെ ഇത് പറഞ്ഞോ. ഇതാരാ കുട്ടി? നീ കുട്ടീനെ അറിയണ്ട, നീ പറഞ്ഞതിനുള്ള മറുപടി പറഞ്ഞാൽ മതി. നീ എന്താ പറഞ്ഞ? ഈ പറഞ്ഞ കുട്ടിയാണ്, അത്ര പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, ഇവന്മാരെ കൂടെ ഉള്ളത് ഏതാ ഗ്യാങ് ഏതാ ഫാമിലി ഒന്നും എനിക്കറിയില്ല. ഓക്കെ, ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ ഇവരോട് തോന്നുന്നു, ഈ കുട്ടിയോട് പറഞ്ഞു, കുട്ടിയെ സൂക്ഷിച്ചോ, ഇവന്മാര് ചിലപ്പോ കുട്ടീന്നല്ല ഒരു കാര്യം ചോദിക്കട്ടെ. എടാ ബാക്കിയുള്ളവരൊന്നും സൈലന്റ്. അവന്മാരെ പെങ്ങളാണത്. നീ നിന്റെ പെങ്ങളെടുത്ത് പോയിട്ട് ഇതുപോലെ പറയോ? പ്ലക്ക് എന്ന് പറയോ? ഇവന്മാര് ആ രീതിയിലായിരുന്നില്ല സംസാരം. എടാ എങ്ങനെ സംസാരാണെങ്കിൽ അങ്ങനെ പറയോ? എടാ എങ്ങനെ ഞാൻ പറയാം. എടാ സംസാരിച്ചത് അവന്മാരാണെങ്കിൽ നീ അവന്മാരെ പറയണം, ഇവളെല്ലാം പറയണം, മനസ്സിലായോ? ഞാൻ സൂക്ഷിക്കാൻ പറഞ്ഞല്ലോ. എന്തിനാ സൂക്ഷിക്കാൻ പറയുന്ന കാര്യം? നീ ഇവളോട് പറയുന്ന കാര്യം എന്താ? നിനക്കെന്നാ ആണുകൂടെ സംസാരിക്കാൻ പറ്റത്തില്ല, അത്രയില്ലല്ലോ എനിക്ക്. അതെന്തിന് അവളോട് പറയുന്നത്? നീ സംസാരിച്ചോട് പറ. എടാ എന്തിനാ എടാ ഞാൻ പറയട്ടെ. ഹലോ ബ്രോ, ആരുടെ കൂടെ പോണം പോണ്ടെന്ന് എനിക്ക് അറിയാം. ഞാൻ ജസ്റ്റ് വാണിംഗ് എന്നുള്ള രീതിയിൽ ഒരാളുള്ളൂ ബ്രോ. പേരെന്താ? എന്റെ പേര് പൂമ്പാറ്റ ഗിരീഷ്. അല്ല ഞാൻ പറയണ, ഞാൻ ചെയ്യും എന്ന് അവന്മാര് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ല. സൂക്ഷിക്കണം, അത്ര പറഞ്ഞു. എന്തിനാണ് അവരവർക്ക് സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ അവരവർക്ക് സാറിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാർ ഒരു 10 മാസം അല്ല 30 മാസം ജയിലിൽ കിടന്ന് നിരയിക്കേണ്ടി വരും. എങ്ങനെയാണ്? 30 മാസം അരമണിക്കൂറാ. അത് വല്ലാത്ത ഞരക വേദനയാ അവിടെ കിടക്കണത്. ഞാൻ പറഞ്ഞില്ല,
സൂക്ഷിക്കണം അത്രേ പറഞ്ഞതിന് അത് കഴിഞ്ഞിട്ട് നീ എന്താ ഇത്രയും പറഞ്ഞത്?